തൃശൂർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സീലിംഗ് തകർന്നു വീണു. പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് ആണ് തകർന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങളുമായി സാനു കെ സജീവാണുള്ളത്. സാനു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ മേഖലയിലെ വീഴ്ചകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ പഴയ കെട്ടിടങ്ങളായിരുന്നു എന്നതായിരുന്നു ന്യായീകരണം. എന്നാൽ ഇപ്പോൾ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തതേയുള്ളൂ. എന്താണ് ഇനി പറയാൻ പോകുന്ന ന്യായീകരണം? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? രാഖി, പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത്. രാവിലെ കാറ്റും നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ താലൂക്ക് ആശുപത്രിയുടെ സീലിംഗ് തകർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഐസൊലേഷൻ വാർഡും ഒപ്പം തന്നെ ആശുപത്രി സമുച്ചയത്തിന്റെ ഭാഗമായിട്ടുള്ള ഐസൊലേഷൻ വാർഡിന്റെ വരാന്തയിലുള്ള സീലിംഗുകളാണ് പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തെങ്കിലും രോഗികൾക്ക് ഈ ഭാഗം തുറന്നു കൊടുത്തിരുന്നില്ല. പേരിനൊരു ഉദ്ഘാടനം നടത്തിയെങ്കിലും അവിടെ ഇലക്ട്രിക് വർക്കുകൾ, അതായത് വൈദ്യുതിവൽക്കരണം ഒന്നും നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശം രോഗികൾക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഇതുവരെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രിക് വർക്കുകളൊക്കെ, വയറിങ്ങിന്റെ വർക്കുകളൊക്കെ അവിടെ നടന്നിരുന്നു. സീലിംഗ് അടക്കം അഴിച്ചിട്ടുള്ളൊരു വർക്കാണ് അവിടെ നടന്നത്. ഒരു മോടി പിടിപ്പിക്കലൊക്കെയാണ് നടന്നത്. എന്നാൽ അവിടെ കൃത്യമായിട്ട് അത് ഉറപ്പിക്കാനായിട്ട്, അതായത് ഈ ഇലക്ട്രിക് വർക്കിന് ശേഷം കൃത്യമായിട്ട് അത് ഉറപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള. കെ രാമചന്ദ്രൻ MLA ആസ്തി വികസന ഫണ്ടും ഒപ്പം തന്നെ കിഫ്ബി ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള ഐസൊലേഷൻ വാർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടക്കുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഗുണം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ അവിടെ വയറിംഗ് ജോലികൾ നടന്നിരുന്നു. അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഒരു കാറ്റടിച്ചപ്പോഴത്തേന് ഈ ഐസൊലേഷൻ വാർഡ് പൂർണ്ണമായിട്ടും അതിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രോഗികളടക്കം വലിയൊരു ആശങ്കയിലാണ്. തൊട്ട് സമീപത്ത് തന്നെയാണ് താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഈ താലൂക്ക് ആശുപത്രിയുടെ പല ഭാഗങ്ങളും കാലപ്പഴക്കത്തെ തുടർന്ന് നാശത്തിന്റെ വക്കിലാണെന്നുള്ളൊരു ആക്ഷേപവും പരാതിയും ഒക്കെ നിലവിൽ ഉയർന്നിട്ടുണ്ട്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ടായ ഒരു അപകടത്തിന്റെ സാഹചര്യത്തിൽ അതിന്റെ ബലം, അതായത് ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം കൃത്യമായി പരിശോധിക്കണമെന്നടക്കമുള്ളൊരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉയർന്നിട്ടുണ്ട്. രാഖി, അതായത് സാനു, രോഗികൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപേ തന്നെ ഈ സീലിംഗ് പൊളിഞ്ഞു വീണു എന്നുള്ളതാണല്ലേ? അതായത് രോഗികളെ പ്രവേശിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായിട്ടുമുണ്ട്. തീർച്ചയായിട്ടും രോഗികൾ ആരും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം, അതായത് കഴിഞ്ഞ വർഷം ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 1.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടം, അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കണം. ഇത്രയധികം മുതൽ മുടക്കിക്കൊണ്ട് ഇത്ര വലിയൊരു കെട്ടിട സമുച്ചയമൊക്കെ നിർമ്മിക്കുമ്പോൾ അത് പേരിനൊരു ഉദ്ഘാടനം നടത്തിയതിന് ശേഷം മാത്രമാണ് അവിടെ വൈദ്യുതിവൽക്കരണം, അതായത് വയറിംഗ് ജോലികൾ അടക്കം നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രിയാണ് അത് ഓൺലൈനായിട്ട് നിർവഹിക്കുന്നത്. അതിനുശേഷം ഇക്കാലം അത്രയും അത് അവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തുനിന്നും നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യവും സമരവും ഒക്കെ ഉയർന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അത് വൈദ്യുതിവൽക്കരിക്കുന്നതിന് വേണ്ടി വയറിംഗ് ജോലികൾ ചെയ്യാൻ വേണ്ടി ആ കെട്ടിടം തുറക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്തത്. നിലവിൽ അത് മോടി പിടിപ്പിക്കുന്ന ജോലികളൊക്കെ അവിടെ നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ വയറിംഗ് ജോലികൾ പൂർത്തിയാക്കി നിലവിൽ അഴിച്ചുവെച്ച സീലിംഗ് വീണ്ടും അവിടെ പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ചെറിയൊരു കാറ്റടിച്ചപ്പോഴത്തേന് ആ പ്രദേശം ഇടിഞ്ഞു വീണു, ആ സീലിംഗ് ഇടിഞ്ഞു വീണു എന്നുള്ളത് അതീവ ഗൗരവം ഉയർത്തുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം സുരക്ഷ ഈ ആശുപത്രിയുടെ ഭാഗങ്ങളിൽ ഉണ്ടാകും, ഇതൊരു തൊടിപ്പിച്ച് വെക്കുന്ന അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയല്ലേ എന്നുള്ളൊരു ചോദ്യവും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. അതായത് നിരവധി രോഗികൾക്ക്, പുതുക്കാടുള്ള നിരവധി രോഗികൾക്ക് ഉപയോഗയോഗ്യമാകേണ്ട ഭാഗമാണ് ഈ 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ട് ഒരു വർഷം കാത്തു കിടക്കേണ്ടി വന്നിട്ടും ഇത്തരത്തിൽ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുന്നേ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് വലിയൊരു ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. രാഖി, സാനു, തൃശൂർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സീലിംഗ് തകർന്നു വീണു. പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് ആണ് തകർന്നത്. 1.5 കോടി രൂപ മുടക്കി 1.5 വർഷം മുൻപ് പണി കഴിപ്പിച്ചതാണ് ഈ കെട്ടിടം എന്നുള്ളതാണ് സാനു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയത്. പക്ഷേ അതിനുശേഷം രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി കിട്ടിയിട്ടുണ്ട്. സാനു കെ സജീവാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.